നമസ്കാരം, നിസാമാണ്. വെൽക്കം ടു സൈലം GS. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് അടിച്ചു മാറ്റിയിട്ടുള്ള ചോദ്യങ്ങളുമായിട്ടാണ്. കേരളത്തിന് അപ്പുറത്തേക്ക് കുറച്ച് ഓൾ ഇന്ത്യ ടൂറൊക്കെ നടത്തി അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് കുറച്ചൊക്കെ ചൂണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ നമുക്ക് നേരെ നോക്കാം. ആദ്യത്തെ ചോദ്യം ചൂണ്ടിയത് മേഘാലയയിൽ നിന്നാണ് കേട്ടോ. സോ ദ ചോദ്യം എങ്ങനെയാണ്? ദ ട്രഷർ വാസ് മാർക്ക്ഡ് ഡാഷ് ആൻഡ് നെക്സ്റ്റ് ഡാഷ് ദ മാപ്പ്. ഇവിടെ ഏത് പ്രപ്പോസിഷൻസ് ആണ് ഈ രണ്ട് ഭാഗത്ത് വരിക എന്നുള്ളതാണ് ചോദ്യം. വിത്ത് ഉണ്ട്, ഇന്നുണ്ട്, ബൈ ഉണ്ട്, ഓൺ ഉണ്ട്. ഏതൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ചോദ്യം. സോ നമുക്ക് ആകെ അറിയുന്ന ഒരു സാധനം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ പേജിൻ്റെ മുകളിലോ ആ മാപ്പിൻ്റെ മുകളിലൊക്കെ ആയിരിക്കും നമ്മൾ മാർക്ക് ചെയ്യുക. അല്ലാതെ അതിൻ്റെ അകത്തേക്ക് പോയിട്ട് നമ്മൾ മാർക്ക് ചെയ്യില്ല. അകത്തേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇന്നെന്ന് പറയുക, ഉള്ളിൽ അല്ലേ, ഇൻസൈഡ് നമ്മൾ അതിൻ്റെ സർഫസിലായിരിക്കും മാർക്ക് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും മാപ്പ് വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഓൺ ആണ്. സോ ഓൺ ദ മാപ്പാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ അത് പേജ് ആണെങ്കിലും നമ്മൾ പറയുക ഓൺ എ പേജ് എന്നാണ് കേട്ടോ. ഓൺ എ പേജ് അല്ലെങ്കിൽ ഓൺ പേജ് 31 അല്ലെങ്കിൽ 31 അല്ലെങ്കിൽ അങ്ങനെ പറയാം. സോ പേജ് വരികയാണെങ്കിലും നിങ്ങൾ അവിടെ ഓൺ ആണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മാപ്പ് ആണെങ്കിലും ഓൺ ആണ് വരിക എന്നുള്ള കാര്യം ഓർത്തിക്കുക. ഒരൊറ്റ ഐഡിയ ഉണ്ടാക്കിയാൽ മതി. സർഫസിൻ്റെ മുകളിലാണ് നിങ്ങൾ കാര്യപരിപാടികൾ ചെയ്യുകയാണെങ്കിൽ ഓൺ ആണ് വരേണ്ടത്. ഇനി ഇവിടെ എക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. എക്സ് എന്ന് പറയുന്ന ഒരു ടൂളല്ല, ഒരു മാർക്കാണ്, ഒരു സിമ്പിളാണ്. അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഒരു ടൂൾ ഉപയോഗിക്കുകയാണ്, സിമ്പിൾ ഉപയോഗിക്കുകയാണെങ്കിൽ, മെത്തഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കൊടുക്കുന്ന പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് വിത്ത് ആണ്. സോ ഒരു കാര്യം ചെയ്യാൻ നമ്മളൊരു സിമ്പിൾ യൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ടൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഒരു മെത്തഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്നതാണ് വിത്ത് എന്നുള്ളത്. സോ നമ്മുടെ ആൻസർ എന്ത് വരും? വിത്തും ഓണും കൂടെ വരുമ്പം വിത്ത് ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ദ ട്രഷർ വാസ് മാർക്ക്ഡ് വിത്ത് എൻ എക്സ് ഓൺ ദ മാപ്പ്. ഇവിടെ ബൈ എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ട്. ബൈ എന്ന് പറയുമ്പോൾ നമ്മൾ ഏജന്റിനെ പറയാൻ വേണ്ടിയിട്ട് സാധാരണ പറയുന്നതാണ്. ആരാണത് ചെയ്തത്? ഞാനാണോ ചെയ്തത്? ബൈ മീ. സോ ഏജന്റിനെ പറയുമ്പോഴാണ് നമ്മൾ ബൈ യൂസ് ചെയ്യുന്നത്. വിത്ത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഏത് മെത്തഡാണ് യൂസ് ചെയ്തത്, ഏത് ടൂളാണ്, ഏതെങ്കിലും സിമ്പിൾ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദെൻ മാപ്പ്, പേജ് ഒക്കെ വരുമ്പോൾ നമ്മൾ സർഫസിലാണ് പരിപാടിയെങ്കിൽ നമ്മൾ ഓൺ യൂസ് ചെയ്യണം. നമ്മൾ അകത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇന്ന് കൊടുത്താൽ മതി എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അടുത്ത അടിച്ചു മാറ്റിയ ചോദ്യം നോക്കാം. കറക്റ്റ് പാസീവ് വോയിസ്. The Queen's speech was broadcasted to the nation. The Queen's speech broadcast to the nation. The Queen's speech has been broadcasted to the nation. The Queen's speech was broadcast to the nation. So നമുക്കറിയാം പാസീവ് വോയിസ് എങ്ങനെയായിരിക്കുക എന്നുള്ളത്. അതിൻ്റെ ഒരു നോർമൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു ഓക്സിലറി വേർബ് ഉണ്ടാകും. അതിനുശേഷം നമ്മൾ വേർബിൻ്റെ മൂന്നാമത്തെ ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓക്സിലറി വേർബ് ഉള്ള സാധനം ആദ്യം നോക്കാം. ആദ്യത്തേലും മൂന്നാമത്തേതിലും നാലാമത്തേലും നമുക്ക് ഓക്സിലറി വെബ് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തേതിൽ നമുക്ക് അങ്ങനെ ഒരു ഓക്സിലറി വെബ് കാണാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി അറിയേണ്ടത് വോസ് ഉണ്ട്, ഹാസ് ബീൻ ഉണ്ട്, ബ്രോഡ്കാസ്റ്റ് ഉണ്ട്, ബ്രോഡ്കാസ്റ്റഡ് ഉണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കാസ്റ്റ് എന്ന് പറയുന്നൊരു വേർബ് ഉണ്ട്. കാസ്റ്റ് എന്ന് പറഞ്ഞൊരു വേർബ് ഉണ്ട്. അതിൻ്റെ പാസ്റ്റ് ഫോം വരുന്നത് കാസ്റ്റ് ആണ്. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വരുന്നതും കാസ്റ്റ് ആണ്. ഈ കാസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കുറേ വേർബുകളുണ്ട്. ഫോക്കാസ്റ്റ് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ടെലികാസ്റ്റ് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അതേപോലെ നമുക്ക് പറയുന്ന ബ്രോഡ്കാസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇവയൊക്കെ എന്താണ്? ഈ കാസ്റ്റിൻ്റെ അതേ ഫോം തന്നെ യൂസ് ചെയ്യുന്നത്. അതായത് മൂന്ന് ഫോമും സെയിം ആയിരിക്കും. ഫോക്കാസ്റ്റ്, 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 ടെലികാസ്റ്റ്, 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 ബ്രോഡ്കാസ്റ്റ്, ബ്രോഡ്കാസ്റ്റ്, ബ്രോഡ്കാസ്റ്റ്. അപ്പോൾ നമ്മുടെ വേർബ് 1ഉം 2ഉം 3ഉം ഒക്കെ ഒരേ ഫോമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബ്രോഡ്കാസ്റ്റഡ് എന്ന് പറയാൻ പറ്റില്ല. എയും നമുക്ക് ക്യാൻസൽ ചെയ്യണം, സിയും നമുക്ക് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ ഡി, ദ ക്വീൻ സ്പീച്ച് വാസ് ബ്രോഡ്കാസ്റ്റ് ടു ദ നേഷൻ. അപ്പോൾ ആ ഒരു സാധനം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. കാസ്റ്റ് എന്ന് പറയുമ്പോൾ അതുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് വാക്കുകളൊക്കെ എന്താണ്, മൂന്നിനും ഒരേ ഫോമുകളായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം പോകുമ്പോൾ NDA നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ UPSC നടത്തിയിട്ടുള്ള ആ പരീക്ഷയിൽ നിന്ന് അടിച്ചു മാറ്റിയ ചോദ്യമാണ് കേട്ടോ. വാട്ട് ഈസ് ദ ടൈം ഇൻ യുവർ വാച്ച്? നോ എറർ, സ്പോട്ട് എറർ ആണ്. അപ്പോൾ നമ്മൾ ടൈം വാച്ചിൽ എത്ര സമയമായി എന്ന് ചോദിക്കൽ എങ്ങനെയാണ് എന്ന് അറിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും.
ഈ ടൈമിനെ കുറിച്ച് പറയുമ്പോൾ ടൈം എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള സാധനമല്ല അല്ലേ. അപ്പോൾ നമ്മുടെ വാച്ചിൻ്റെ അകത്താണ് വാച്ചിൻ്റെ പുറത്താണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നും ഓണും ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ബൈ യുവർ വാച്ച് എന്നാണ് കേട്ടോ. ബൈ യുവർ വാച്ച്. സോ ടൈം ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ടൈം ബൈ യുവർ വാച്ച് ആണ്. കാരണം ഇത് ഫിസിക്കൽ രൂപമില്ലാത്തൊരു സാധനമാണ്. അപ്പം അകത്താണ് പുറത്താണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ബൈ യുവർ വാച്ച് ആണ്. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക നിങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വീണ്ടും എൻഡിയുടെ ഒരു ചോദ്യമാണ്. ഐ കൻ നോട്ട് കോപ്പ് അപ്പ് വിത്ത് ദിസ് പ്രഷർ നോ എറർ. സോ ആദ്യത്തെ നോട്ടത്തിൽ നമ്മളെ ആസ് എ നോൺ നേറ്റീവ് സ്പീക്കർ, ആസ് എ മലയാളി, ആസ് എൻ ഇന്ത്യൻ നമുക്ക് ഇതിൽ തെറ്റൊന്നും കാണാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ കൊപ്പ വിത്ത് എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മൾ ഇടക്കിടക്ക് പറയുന്ന ഒരു സാധനമാണ് അല്ലേ. എന്നാൽ കോപ്പ വിത്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? കോപ്പ വിത്ത് ആണോ അതോ കോപ്പപ്പാണോ അതോ കോപ്പ് വിത്ത് ആണോ? ഇതിലേതാണ് ശരി എന്നുള്ളൊരു ചോദ്യം വരാം. കോപ്പ് വിത്ത് എന്ന് പറയുന്നത് തെറ്റാണ്. ഇങ്ങനെ ഒരു സാധനം ഇല്ല. കോപ്പ് അപ്പ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. നമ്മൾ പറയേണ്ടത് കോപ്പ് വിത്ത് ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടുത്തെ തെറ്റെന്താ വരിക? കോപ്പ് അപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സെന്റൻസ് കറക്റ്റ് എങ്ങനെയാ വരിക? ഐ കൻ നോട്ട് കോപ്പ് വിത്ത് ദിസ് പ്രഷർ. ഈ പ്രഷർ എനിക്ക് കോപ്പ് ചെയ്യാൻ പറ്റൂല എന്നാണ്. അപ്പോൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. കോപ്പ് വരികയാണെങ്കിൽ വിത്താണ്. കോപ്പപ്പ് വിത്ത് എന്ന് പറഞ്ഞ സാധനം ഇല്ല. കോപ്പപ്പ് എന്ന് പറഞ്ഞ സാധനവും ഇല്ല. അത് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കേട്ടോ. യെസ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. There are dash students in the class as it is a holiday. ഗുജറാത്ത് PSC യുടെ ഒരു ചോദ്യമാണ്. A few, a little. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ. സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? അതിനൊരു പ്ലൂറൽ കാണുന്നുണ്ട്. സോ ഇറ്റ്സ് എ കൗണ്ടബിൾ നൗൺ ആണ് എന്നുള്ള കാര്യം മനസ്സിലായി. കൗണ്ടബിൾ നൗൺ വരികയാണെങ്കിൽ ലിറ്റിലും ഒന്നും അതിൻ്റെ കൂടെ വരില്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ട് അല്ലേ. ഇനി അറിയേണ്ടത് എ ഫ്യൂ ആണോ? ഇവിടെ ഹോളിഡേ ആണ്. അതുകൊണ്ട് എന്താണ്? ആവശ്യത്തിൽ അത്ര കുട്ടികളില്ല എന്നുള്ളൊരു ഐഡിയ ആണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് പഠിച്ചു വെച്ച എന്താണ്? എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ട് എന്നും ഫ്യൂ എന്ന് പറഞ്ഞാൽ കുട്ടികളില്ല എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ പറയേണ്ടത് അത് തന്നെയാണ്. ഫ്യൂ എന്ന് തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ദർ ആർ ഫ്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി സീറോ എന്നുള്ളൊരു അർത്ഥം എപ്പോഴും നമുക്കത് പറയാൻ പറ്റൂല. സഫിഷ്യൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ഒരു നെഗറ്റീവ് ആണ് ഇത് വരിക. സീറോ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ സീറോ നമുക്ക് കൺസിഡർ ചെയ്യും. ഇല്ല, ആരും ഇല്ല എന്നുള്ളതും അതേപോലെ ആവശ്യമായ നമ്പറിൽ അത്ര ഇല്ല എന്നുകൂടെ പറയാം. എ ഫ്യൂ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സാധനമാണ്. കുറവാണ്, ബട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്പർ ഉണ്ട്. ഒരുപാടില്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള എത്രയാണോ നമ്പർ അത്രയുണ്ട് എന്നാണ് എ ഫ്യൂയുടെ അർത്ഥം. ഫ്യൂ എന്ന് പറഞ്ഞാൽ എ ഇല്ലാതെ ഫ്യൂ പറയുകയാണെങ്കിൽ സീറോ എന്ന് നമുക്ക് കൂട്ടാം. അല്ലെങ്കിൽ എന്താണ്? ആവശ്യമായതിലും അത്ര ഇല്ല, സഫിഷ്യൻ്റ് എമൗണ്ട് അവിടെ ഇല്ല. അതുകൊണ്ട് കാര്യങ്ങൾ നടക്കൂല. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? ഫ്യൂ ആണ്. ദർ ആർ ഫ്യൂ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ആസ് ഇറ്റ് ഈസ് എ ഹോളിഡേ. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കട്ടോ. ഇനി അടുത്ത ചോദ്യം. ഐ കാൺ അണ്ടർസ്റ്റാൻഡ് ഡാഷ് സേയിങ് ദാറ്റ്. മേഘാലയ PSC യുടെ ചോദ്യമാണ്. ആദ്യം തന്നെ 2 ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. മീ ആൻഡ് മൈ. എന്തുകൊണ്ടാ? ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അല്ലേ. ഞാൻ പറയുന്നത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്ന് നമ്മൾ സാധാരണ പറയാറില്ലല്ലോ. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നല്ല പറയാം. അപ്പം മീ ആൻഡ് മൈ എന്ന് പറയുന്ന സാധനം നമുക്ക് നേരത്തെ തന്നെ ക്യാൻസൽ ചെയ്യാം. ഇനിയുള്ളത് യു ഓർ യുവർ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സേയിങ് എന്നുള്ളത് ജെറൻഡ് ആണ് എന്നുള്ള കാര്യം അറിയാം. ജെറൻഡ് നിങ്ങൾക്ക് അറിയായിരിക്കും. V+ing നൗൺ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ജെറൻഡ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കും. ജെറൻഡിൻ്റെ മുന്നിൽ ഒരു പ്രോനൗൺ വന്നു കഴിഞ്ഞാൽ അത് പൊസസീവ് ഫോമിലായിരിക്കും. അതായത് യു സേയിങ് അല്ല, യുവർ സേയിങ് ദാറ്റ്. അത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പം ജെറൻഡിൻ്റെ മുന്നിൽ നമ്മൾ പൊസസീവ് പ്രോനൗൺ ആണ് യൂസ് ചെയ്യേണ്ടത്. പൊസസീവ് പ്രോനൗൺ അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? സോ ദ കംപ്ലീറ്റ് സെൻറ്റൻസ് ഈസ് ഐ കാൺ അണ്ടർസ്റ്റാൻഡ് യുവർ സേയിങ് ദാറ്റ്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. യെസ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ ബെസ്റ്റ് ഓഫ് 4 essays ഡാഷ് ടു ബി റെഡ് ടു ദ ഹോൾ സ്കൂൾ ഈസ് ആർ വേർ ഹാസ് ബീൻ. ഏതായിരിക്കും ആൻസർ എന്നുള്ളതാണ് ചോദ്യം. സോ കൃത്യമായിട്ട് എന്താണ്?
ഇതൊരു കോൺകോഡിൽ അല്ലെങ്കിൽ സബ്ജക്ട് വെർബ് അഗ്രിമെന്റിൽ വരുന്ന ഒരു ചോദ്യമാണെന്നുള്ള കാര്യം മനസ്സിലായി. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ നമുക്ക് നോക്കും, നിങ്ങൾ ദ ബെസ്റ്റ് ഓഫ് 4 essays എന്നാണ് കൊടുത്തത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റിന് 2 ഭാഗങ്ങളുണ്ട് എന്ന് വിചാരിക്കും. എ ഉണ്ട്, ബി ഉണ്ട്. സബ്ജക്റ്റിന് 2 ഭാഗങ്ങളുണ്ട്. ആ 2 ഭാഗങ്ങളെ ഒരു ഓഫ് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തതെങ്കിൽ, സബ്ജക്റ്റിന് 2 ഭാഗങ്ങളുണ്ട്, അതിനൊരു ഓഫ് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏത് വേർബ് വരും എന്നുള്ളതാണല്ലോ ചോദ്യം. അപ്പം എ ഏതാണോ, എ സിംഗുലർ ആണെങ്കിൽ ഇവിടെ സിംഗുലർ ആയിരിക്കും. എ പ്ലൂരൽ ആണെങ്കിൽ ഇവിടെ പ്ലൂരൽ ആയിരിക്കും. ബി എന്തു തന്നെ ആയിക്കോട്ടെ, ബി സിംഗുലർ ആയിക്കോട്ടെ പ്ലൂരൽ ആയിക്കോട്ടെ, ബി പ്ലൂരൽ ആവാം സിംഗുലർ ആവാം. ബ്രദേഴ്സ് ഓഫ് രവി നോക്കണം നിങ്ങൾ, ഞാൻ 2 രീതിയിൽ എഴുതുന്നു. ബ്രദേഴ്സ് ഓഫ് രവി. അതേപോലെ നമ്മുടെ സെന്റൻസിൽ എന്താണ്? ദ ബെസ്റ്റ് ഓഫ് 4 essays. അപ്പോൾ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 2 ഭാഗങ്ങളെയും ഓഫ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ബ്രദേഴ്സ് എന്ന് പറയുന്നത് പ്ലൂരൽ ആണ്, രവി എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ദ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ, സിംഗുലർ ആണ്. 4 essays എന്ന് പറഞ്ഞാൽ പ്ലൂരൽ ആണ്. മനസ്സിലായി നമുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞ റൂൾ അനുസരിച്ചിട്ട് ആദ്യ ഭാഗത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? വേർബ് വരണം. ബ്രദേഴ്സ് പ്ലൂരൽ ആയതുകൊണ്ട് ഇവിടെ ആറ് വരണം. ദ ബെസ്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ സിംഗുലർ ആയിട്ടുള്ള ഈസ് വരണം. അപ്പൊ കൃത്യമായിട്ട് അത് ഓർത്തിരിക്കുക. 2 സബ്ജക്റ്റിന് 2 ഭാഗവും ആ 2 ഭാഗത്തെ ഓഫായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഭാഗത്തിന്റെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വേർബ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ദ ബെസ്റ്റിന് നമുക്ക് എന്ത് കൊടുക്കാം? ഈസ്. ദ ബെസ്റ്റ് ഓഫ് 4 essays ഈസ് ടു ബി റെഡ് ടു ദ ഹോൾ സ്കൂൾ എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. യെസ്. ഹാസ് ബീൻ ഇവിടെ പോകില്ല. ഹാസ് ബീൻ പോകുമ്പോൾ എന്താണ്? ഗ്രാമാറ്റിക്കലി തെറ്റും, ടെൻസ് മാറും കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കും. യെസ്. ദെൻ നമ്മൾ അടുത്തയിലേക്ക് പോവാണ്. ഡാഷ് യങ് ആൻഡ് ഡാഷ് ഓൾഡ് ബോത്ത് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ റാലി. ദ എ, ദ എ ആൻഡ് എ ഏത് കൊടുക്കും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ അറിയേണ്ടത് യങ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്, ഓൾഡ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. യങ്ങും ഓൾഡും ഇവിടെ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോമിനൽ അഡ്ജക്റ്റീവ്സ് എന്നുള്ളത്. നോമിനൽ അഡ്ജക്റ്റീവ്സ് എന്നാ വിളിക്കുക. നോമിനൽ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഒരു പേരിന് മാത്രമേ ഉള്ളൂ അഡ്ജക്റ്റീവ്. ഇവയുടെ പ്രവൃത്തി എന്താണ്? ദേ ആക്ട് ആസ് എ നൗൺ. ഒരു നൗൺ ആയിട്ടായിരിക്കും ഇവിടെ പ്രവർത്തിക്കുക. അതായത് യങ് എന്ന് പറഞ്ഞാൽ യങ് പീപ്പിൾ എന്നാണ് അർത്ഥം വരുന്നത്. യങ് പീപ്പിൾ, അതായത് യങ് പീപ്പിളിനെ മുഴുവനായിട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യങ് എന്ന് മാത്രം കൊടുത്തു. അതായത് ഈ അഡ്ജക്റ്റീവുകൾ എന്താണ്? നൗൺ ആയിട്ട് ആക്ട് ചെയ്യാണ്. ഇനി നോക്കണം നിങ്ങൾ, ഓൾഡ്. ഓൾഡ് എന്ന് പറഞ്ഞാൽ ഓൾഡ് പീപ്പിൾ. അപ്പൊ ഇതെന്താണ്? ദേ ആക്ട് ആസ് എ നൗൺ ട്ടോ. സോ ഓൾഡ് പീപ്പിളിനെ കംപ്ലീറ്റ് പറയാൻ ഓൾഡ് ആണ്. ഇങ്ങനെ ഈ അഡ്ജക്റ്റീവുകൾ നമ്മൾ നോമിനൽ അഡ്ജക്റ്റീവുകൾ നമ്മൾ നൗൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അതിന്റെ മുന്നിൽ നിങ്ങൾ കൊടുക്കേണ്ട ആർട്ടിക്കിളാണ് ദ യങ്, ദി ഓൾഡ്, ദി എഡ്യൂക്കേറ്റഡ്, ദ റിച്ച്, ദ പുവർ. അങ്ങനെയുള്ള സാധനത്തിനെ നമ്മൾ നൗൺ ആയിട്ട് ചിത്രീകരിക്കുന്ന സാഹചര്യത്തിൽ, കൺസിഡർ ചെയ്യുന്ന സാഹചര്യത്തിൽ അതിന്റെ മുന്നിൽ ദാ കൊടുക്കണം. അതാണ് റൂള് വരുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ദാതയാണ് നമ്മുടെ ആൻസർ വരുന്നത്. ദ യങ് ആൻഡ് ദി ഓൾഡ് ബോത്ത് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ റാലി. ദ റിച്ച് ആൻഡ് ദ പുവർ, ദി എഡ്യൂക്കേറ്റഡ്. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. നോമിനൽ അഡ്ജക്റ്റീവ് ആക്ട് ആസ് എ നൗൺ. അങ്ങനെ നൗൺ ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മുന്നിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? ആർട്ടിക്കിൾ ദാ കൊടുക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. തന്നിരിക്കുന്നതിൽ നിന്ന് സ്പോട്ട് ദി എറർ. GPSC, ഗുജറാത്ത് PSCയുടെയാണ്. ദ ക്ലോത്ത്സ് വേർ നീറ്റ്ലി ഹാങ്ഡ് ഓൺ ദി ക്ലോത്ത് ലൈൻ. നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മൾ അയവിരിക്കൂലേ? ക്ലോത്ത് ലൈൻ എന്ന് പറയുമ്പോൾ ആ അയലിനെയാണ് നമ്മൾ ക്ലോത്ത് ലൈൻ എന്ന് വിളിക്കുന്നത്. സോ അതിലെന്താണ്? നീറ്റ്ലി ഹാങ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നോ എറർ വേണം. ഒറ്റ നോട്ടത്തിൽ ഇവിടെ തെറ്റൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ? പക്ഷെ നിങ്ങൾ ഓർത്തിരിക്കണം, ഹാങ് എന്ന് പറഞ്ഞ വാക്കിന് നമ്മൾ എന്താണ് 2 രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഹാങ്ങിന്റെ ഹങ് എന്ന് പറയാം. ഹങ്, ഹാങ്, ഹങ്, ഹങ്. രണ്ടാമത്തത് ഹാങ്, ഹാങ്ഡ്, ഹാങ്ഡ്. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് പറയാം. അപ്പൊ 2 രീതിയിൽ പറയാം, ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പൊ ഇവിടെ എന്താ തെറ്റുള്ളത്? ഈ 2 രീതിയിൽ പറയുന്നത് 2 കാര്യങ്ങൾക്കാണ്. നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ തൂക്കിയിടുകയാണെങ്കിൽ നമ്മൾ ഹാങ്, ഹങ്, ഹങ് ആണ് കൊടുക്കുക. നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ തൂക്കിയിടുകയാണെങ്കിൽ,
സാധാരണ എന്തെങ്കിലുമൊക്കെ തൂക്കിയിട്ടാണ്. നമ്മൾ ഡ്രസ്സ് ആങ്കറിൽ തൂക്കുകയാണ്, പിക്ചർ എന്ന് പറയുന്നത് വോളിൽ തൂക്കുകയാണ്, അതിനൊക്കെ നമ്മൾ ഹങ് ആണ് പറയുക. എന്നാൽ നമ്മളൊരാൾ തൂക്കിക്കൊല്ലുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ഹാങ് ചെയ്യും അല്ലേ. സോ അവിടെ നമ്മൾ കൊടുക്കുക ഹാങ്ഡ് ആണ്. ഹി വാസ് ഹാങ്ഡ്. സാധാരണ ഇത് പാസീവ് വോയിസിലാണ് യൂസ് ചെയ്യുക കേട്ടോ. സോ കൃത്യമായിട്ട് ഓർത്തിരി ഹാങ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ഉണ്ട്, തൂക്കിക്കൊല്ലുന്നതിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല, ഹാങ്ഡ് എന്ന് കൊടുക്കാൻ പറ്റില്ല, പകരം ഹങ് എന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. The clothes were neatly hung on the cloth line എന്നേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഹങ് പറയുന്നത് സാധാരണ നമ്മൾ നോർമൽ ഗതിയിൽ തൂക്കിയിടുന്നതിനെയാണ്. ഹാങ്ഡ് വരിക എപ്പോഴാ, ഹാങ്ഡ് വരുന്നത് ഒരാളെ നമ്മൾ തൂക്കിക്കൊല്ലുമ്പോഴാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. യെസ്, അടുത്ത ചോദ്യം. ബൈ ദ ടൈം ഐ റീച്ച് ഹോം മൈ മദർ ഡാഷ് കുക്കിംഗ്. മധ്യപ്രദേശ് PSCയുടേതാണ് കേട്ടോ. ഹാഡ് കുക്ഡ്, വിൽ കുക്ക്, ഹാഡ് ബീൻ കുക്ഡ്, വിൽ ഹാവ് കുക്ഡ്. നമ്മൾ ബൈ ദ ടൈം കുറേ ക്വസ്റ്റ്യൻസ് PSCയുടെ ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. എത്തിയപ്പോഴേക്കും ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ ബൈ ദ ടൈമിൻ്റെ കൂടെ നമ്മൾ എന്താ കൊടുത്തിട്ടുണ്ടായിരുന്നത്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ നമുക്ക് ഹാഡ് കുക്ഡ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സാധനം, ബൈ ദ ടൈം നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. ബൈ ദ ടൈം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യാണ്, V2 യൂസ് ചെയ്യാണ്. അങ്ങനെ സാധ്യത അത് വന്നപ്പോഴേക്കും മറ്റത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അടുത്ത ക്ലോസിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ്, അതായത് ഹാഡ് പ്ലസ് V3 യൂസ് ചെയ്യുന്നത്. എന്നാൽ ബൈ ദ ടൈമിന് ശേഷം, ബൈ ദ ടൈം എന്ന് പറഞ്ഞ ഫ്രേസിന് ശേഷം നമ്മൾ വേർബിന്റെ ഒന്നാമത്തെ ഫോം യൂസ് ചെയ്യുകയാണെങ്കിൽ, ബൈ ദ ടൈം ഐ റീച്ച്, ഞാൻ എത്തുമ്പോഴേക്ക്, എത്തിയപ്പോഴേക്കല്ല എത്തുമ്പോഴേക്ക് എന്ന് പറയുമ്പോൾ മറ്റത് തുടങ്ങിയിട്ടുണ്ടാകും എന്ന് നമ്മൾ പറയാണ്, തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ അവിടെ എന്താണ്, വിൽ ഹാവ് പ്ലസ് V3, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് നമ്മൾ അടുത്ത ക്ലോസിൽ യൂസ് ചെയ്യുന്നത്. വിൽ ഹാവ് പ്ലസ് V3, അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ഫ്യൂച്ചർ പെർഫെക്റ്റ്. അപ്പം ബൈ ദ ടൈമിന് ശേഷം V1 ആണെങ്കിൽ വിൽ ഹാവ് കുക്ഡ് എന്ന് കൊടുക്കണം. അത് V2 ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം, ഹാഡ് കുക്ഡ് എന്ന് കൊടുക്കണം. പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യണം. ആ ഒരു ഡിഫറൻസ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ബൈ ദ ടൈം ഐ റീച്ച്ഡ് ഹോം എന്നാണെങ്കിൽ മൈ മദർ ഹാഡ്, സോറി ഇവിടെ കുക്കിംഗ് എന്ന് വരില്ല കേട്ടോ, ഈ കുക്കിംഗ് എന്നില്ല, നമുക്ക് ജസ്റ്റ് എന്താണ് ഒഴിവാക്കാം. യെസ്, ഇവിടെ ഡിന്നർ എന്നായിരുന്നു വേണ്ടത് കേട്ടോ, സപ്പ് കൊടുത്തത് മാറിപ്പോയതാണ് കേട്ടോ, ഡിന്നർ എന്നാണ്. സോ വിൽ ഹാവ് കുക്ഡ് ഡിന്നർ എന്നാണ് കേട്ടോ കൊടുക്കേണ്ടത്. സോ ഞാൻ എത്തിയപ്പോഴേക്കും അമ്മ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പം നമ്മൾ കൊടുക്കും. ഞാൻ എത്തുമ്പോഴേക്ക് അമ്മ കുക്ക് ചെയ്തിട്ടുണ്ടാകും എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം അത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ബൈ ദ ടൈം ഐ റീച്ച് ഹോം മൈ മദർ വിൽ ഹാവ് കുക്ഡ് ഡിന്നർ എന്നാണ് കൊടുക്കേണ്ടത്. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കട്ടോ. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. All that glitters is not gold. The correct transformation of this sentence into a simple sentence. All that glitters is not gold എന്ന് പറയുന്ന സെന്റൻസിനെ നമ്മൾ സിമ്പിൾ ആക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും, സിമ്പിൾ സെന്റൻസ് ആക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചത്. ഓൾ ഗ്ലിറ്ററിംഗ് തിങ്സ് ആർ ഗോൾഡ്, ഓൾ ഗ്ലിറ്ററിംഗ് തിങ്സ് ആർ നോട്ട് ഗോൾഡ്, ഓൾ തിങ്സ് ആർ ഗോൾഡ്, ഓൾ തിങ്സ് ആർ ഗോൾഡൻ. എല്ലാം സിമ്പിൾ സെന്റൻസ് ആണ്. പക്ഷെ നമ്മുടെ സെന്റൻസിന് അല്ലെ മിന്നുന്നതെല്ലാം പൊന്നല്ല. അപ്പൊ നമ്മൾ പറയേണ്ടത് എന്താണ്, ഓൾ ഗ്ലിറ്ററിംഗ് തിങ്സ് ആർ നോട്ട് ഗോൾഡ്. ഓൾ ഗ്ലിറ്ററിംഗ് തിങ്സ് ആർ നോട്ട് ഗോൾഡ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതിന്റെ സിമ്പിൾ ഫോം ആണല്ലോ ഇത്. അപ്പോൾ ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് സെന്റൻസ് ആണ്? ഒറ്റയടിക്ക് നമ്മൾ കാണുമ്പോൾ നോക്കണം നിങ്ങൾ, ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് നമുക്ക് നോക്കുമ്പോൾ എന്താ നമുക്ക് തോന്നുന്നത്, ഇതൊരു സിമ്പിൾ സെന്റൻസ് അല്ലേ, ഇതിനെന്തേ കുഴപ്പമുണ്ടോ അല്ലേ? ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്, ഇത് സിമ്പിൾ സെന്റൻസ് അല്ല. ഇവിടെ നോക്കണം നിങ്ങൾ, ഓൾ, യെസ് എല്ലാം. ആ എല്ലാം എന്ത് തരത്തിലുള്ള എല്ലാമാണ്? ദാറ്റ് ഗ്ലിറ്റേഴ്സ്, മിന്നുന്നത്. അപ്പോൾ ഓളിനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിലേറ്റീവ് ക്ലോസ് ഇവിടെ യൂസ് ചെയ്തത്. ദാറ്റ് ഗ്ലിറ്റേഴ്സ്, ദാറ്റ് ഗ്ലിറ്റേഴ്സ്, ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ്. കണ്ടോ നിങ്ങൾ? അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഒരു സെന്റൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണ് ഒരു റിലേറ്റീവ് ക്ലോസ്, ഹൂ, വിച്ച്, ദാറ്റ് ഒക്കെ വെച്ചിട്ട് റിലേറ്റീവ് ക്ലോസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആയിരിക്കും.
അതൊരു കോംപ്ലക്സ് സെൻറ്റൻസ് ആയിരിക്കും. കോംപ്ലക്സ് സെൻറ്റൻസ് ആയിരിക്കും എന്നുള്ള കാര്യമാണ് നിങ്ങൾ ആദ്യം ഒരു ബേസിക് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതായത് ആ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഒരു റിലേറ്റീവ് ക്ലോസ് ഉണ്ടെങ്കിൽ അത് മിക്കവാറും കോംപ്ലക്സ് സെൻറ്റൻസ് ആയിരിക്കും. കാരണം റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത് ഒരു എന്താണ്, നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെയുണ്ട്? ഇവിടെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് ഓൾ ഈസ് നോട്ട് ഗോൾഡ് എന്നുള്ളതാണ് ഇവിടെ മെയിൻ ക്ലോസ് വരുന്നത്. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് ഏതാണ്? ദാറ്റ് ഗ്ലിറ്റേഴ്സ്, അത് സബോർഡിനേറ്റിംഗ് ക്ലോസ് ആണ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, സെൻറ്റൻസിൽ റെസ്ട്രിക്റ്റീവ് അല്ലെങ്കിൽ ഇത് കൊടുക്കുകയാണ്, ഒരു റിലേറ്റീവ് ക്ലോസ് ഉണ്ടെങ്കിൽ അത് മിക്കവാറും എന്താണ്, ഒരു 90% അത് കോംപ്ലക്സ് സെൻറ്റൻസ് ആവാനാണ് ചാൻസ്. അല്ലെങ്കിൽ അത് കോമ്പൗണ്ട് സെൻറ്റൻസിലേക്ക് അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. റിലേറ്റീവ് ക്ലോസ് ഉണ്ടോ എന്ന് നോക്കുക. പെട്ടെന്ന് തന്നെ എന്താണ് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ, ദാറ്റ്, ഹൂ പോലെയുള്ള സാധനങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പം ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ് ഈസ് എ കോംപ്ലക്സ് സെൻറ്റൻസ്, നോട്ട് എ സിമ്പിൾ സെൻറ്റൻസ്. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം നമുക്ക്. ഐ ഡു മൈ വർക്ക് മൈ സെൽഫ്. ഐഡന്റിഫൈ ദ പ്രൊനൗൺ MPSC. റിലേറ്റീവ് ആണോ, റിഫ്ലെക്സീവ് ആണോ, എംഫാറ്റിക് ആണോ, പേഴ്സണൽ ആണോ? നമുക്കറിയാം റിലേറ്റീവ് പ്രൊനൗൺ അല്ല എന്നറിയാം, മൈസെൽഫ്. അതേപോലെ പേഴ്സണൽ പ്രൊനൗൺ അല്ല. കാരണം ഇത് നമ്മൾ എല്ലാവരും ആദ്യം കൊടുത്തത് എന്താണ്, റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണ് അല്ലേ? റിഫ്ലെക്സീവ് പ്രൊനൗൺ തന്നെയാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. റിഫ്ലെക്സീവ് പ്രൊനൗൺ ഉണ്ട്, എംഫാറ്റിക് പ്രൊനൗൺ ഉണ്ട്. ഈ രണ്ടിനും ഒരേ ഫോമാണ്. റിഫ്ലെക്സീവ് ആയാലും എംഫാറ്റിക് ആയാലും നമ്മൾ മൈസെൽഫ്, അവർ സെൽഫ്സ് അങ്ങനെ പറയുന്ന ആ സെയിം ഫോം തന്നെ രണ്ടിനും. പക്ഷെ രണ്ടിൻ്റെയും ഫങ്ഷൻ വരുന്നത് വ്യത്യസ്തമാണ്. റിഫ്ലെക്സീവ് എന്ന് പറയുമ്പോൾ ഇറ്റ് റിഫ്ലെക്ട്സ് ബാക്ക് ടു ദ സബ്ജക്റ്റ്. അതായത് തന്നിരിക്കുന്ന സെൻറ്റൻസിലെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒരാൾ തന്നെയാണെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ പറയാണ്, ഐ കട്ട് മൈസെൽഫ് വൈൽ ചോപ്പിംഗ് വെജിറ്റബിൾസ്. ഐ കട്ട് മൈസെൽഫ് വൈൽ ചോപ്പിംഗ്. ചോപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താണ്, ഞാൻ തന്നെയാണ് മുറിച്ചത്. ഇതിലാരാ സബ്ജക്റ്റ്? ഞാനാണ്. ആരെയാ കട്ട് ചെയ്തത്? എന്നെയാണ്. അപ്പോൾ ഈ മൈസെൽഫ് ഇറ്റ് റിഫ്ലെക്ട്സ് ബാക്ക് ടു ദ സബ്ജക്റ്റ്. ഞാൻ എന്നെ തന്നെയാണ് മുറിച്ചത്. അപ്പോൾ അതെന്തായി? അതിനെയാണ് നമ്മൾ റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒരാൾ തന്നെയാണെങ്കിൽ അവിടെയാണ് നമ്മൾ റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഇനി എംഫാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എംഫാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സബ്ജക്റ്റ് ആണ് അത് ചെയ്തത് എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലാതെ അതിൽ ഒബ്ജക്റ്റ് അയാളല്ല. ഹി ഹിംസെൽഫ് ഫിക്സ് ദ കാർ. അവനാണ് ആ കാർ ഫിക്സ് ചെയ്തതെന്ന് നമ്മൾ പറയാറില്ലേ? അപ്പോൾ അവിടെ നമ്മൾ ഒരു എംഫസൈസ് ചെയ്യാൻ, അവരാണത് ചെയ്തത് എന്നുള്ളത് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹി ഹിംസെൽഫ് ഫിക്സ് ദ കാർ. ഇവിടെ നോക്കണേ നിങ്ങൾ, ഹി ആണ് സബ്ജക്റ്റ്, കാറാണ് ഒബ്ജക്റ്റ്. നേരത്തെ നമ്മൾ കണ്ടു ഹി അല്ലെങ്കിൽ ഐ മൈസെൽഫ്, ഹി ഹിംസെൽഫ് രണ്ടും സബ്ജക്റ്റും ഒബ്ജക്റ്റ് ആവുമ്പോഴാണ് റിഫ്ലെക്സീവ്. ഇവിടെ എംഫാറ്റിക് എന്താണ്? ഈ എംഫാറ്റിക് നമ്മൾ ഇയാൾ തന്നെയാ ചെയ്തത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇതിലെ ഒബ്ജക്റ്റ് അല്ല. ഇനി ഈ രണ്ടും പെട്ടെന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ഇത് രണ്ടും നമുക്ക് അറിയില്ല. രണ്ടും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾ അതിൽ നിന്ന് ആ പ്രോനോൺ അങ്ങ് റിമൂവ് ചെയ്യുക. പ്രോനോൺ അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മീനിങ് കറക്റ്റ് മീനിങ് കിട്ടുന്നുണ്ടെങ്കിൽ, പ്രോനോൺ നിങ്ങൾ റിമൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. പ്രോനോൺ നിങ്ങൾ റിമൂവ് ചെയ്തു, എന്നിട്ട് നിങ്ങൾക്ക് കറക്റ്റ് മീനിങ് കിട്ടുകയാണ്. കറക്റ്റ് മീനിങ് കിട്ടുന്നുണ്ടെങ്കിൽ അത് എംഫാറ്റിക് പ്രോനോൺ ആയിരിക്കും. എംഫാറ്റിക് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഇതേ സെന്റൻസ് തന്നെ എടുത്താൽ, ഹീ ഫിക്സ്ഡ് ഹിസ് കാർ. സെയിം സാധനം കിട്ടി, ഒരു എംഫസൈസ് ചെയ്യുന്നില്ല എന്നുള്ളൂ. അവൻ കാറ് ഫിക്സ് ചെയ്തു കിട്ടി. ഹി ഹിംസെൽഫ് ഫിക്സ് ദ കാർ, ഹിംസെൽഫ്, അത് എംഫാറ്റിക് ആണ്. എന്നാൽ ഞാൻ ആ മീനിങ് എനിക്ക് കിട്ടുന്നില്ല എങ്കിൽ ഞാൻ ആ പ്രോനോൺ റിമൂവ് ചെയ്യാണ്. ഐ കട്ട് വൈൽ ചോപ്പിംഗ്. ആരെയാ കട്ട് ചെയ്തത്? കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. അപ്പൊ ഈ സെന്റൻസിന് എന്താണ് മീനിങ് കിട്ടുന്നില്ല. അങ്ങനെ മീനിങ് കിട്ടുന്നില്ലെങ്കിൽ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്താണ്? റിഫ്ലെക്സീവ് പ്രോനൗൺ ആണ്. കാരണം അതാണ് അവിടുത്തെ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ മീനിങ് കിട്ടുമോ? ഇല്ല. അപ്പൊ നമുക്ക് നമ്മുടെ സെന്റൻസിലേക്ക് പോകുമ്പോൾ ഇവിടെ നോക്കും നിങ്ങൾ, മൈസെൽഫിനെ നമുക്ക് റിമൂവ് ചെയ്താൽ ഐ ഡു മൈ വർക്ക്, ഞാൻ എൻ്റെ വർക്ക് ചെയ്യാറുണ്ട്. ഐ ഡു മൈ വർക്ക് മൈസെൽഫ്.
ഒഴിവാക്കിയാലും ഇല്ലെങ്കിലും എന്താണ് നമുക്ക് ആ മീനിങ് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് എന്താണ് എംഫാറ്റിക് പ്രോനൗൺ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പം എംഫാറ്റിക്കും റിഫ്ലെക്സീവും ഒരേ ഫോമാണ്. റിഫ്ലെക്സീവ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒരാൾ തന്നെ ആകുമ്പോൾ ബാക്കിലേക്ക് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സബ്ജക്റ്റിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിഫ്ലെക്സീവ് പ്രോനൗൺ യൂസ് ചെയ്യുന്നത്. റിഫ്ലെക്സീവ് പ്രോനൗൺ അതിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളെ മീനിങ് കിട്ടില്ല. എന്നാൽ എംഫാറ്റിക് ആ പേരിൽ തന്നെ ഇരിക്കുന്നുണ്ട്, എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഒഴിവാക്കി കഴിഞ്ഞാലും ആ സെന്റൻസിന്റെ മീനിങ് നമുക്ക് കിട്ടും. അതാണ് എംഫാറ്റിക് ആയാലും റിഫ്ലെക്സീവ് ആയാലും. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. We have two Mr. Smith. Which do you want? I want dash Mr. Smith who signed this letter. സാധാരണ ചോദിക്കാറുണ്ട് മിസ്റ്റർ രാഹുൽ, മിസ്റ്റർ ശർമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ പി എസ് സി ചോദിക്കുന്ന ഒരു സാധനമാണ് അല്ലേ. അപ്പം നമുക്കറിയാം പേരെന്ന് പറയുന്നത് ഒരു പ്രോപ്പർ നൗൺ ആണ്. പ്രോപ്പർ നൗണിന്റെ കൂടെ സാധാരണ നമ്മൾ എന്ത് യൂസ് ചെയ്യാറില്ല? ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാറില്ല. എന്നാൽ ഇവിടെ അങ്ങനെയാണോ? ഞങ്ങളുടെ കൂട്ടത്തിൽ 2 ആൾക്കാരുണ്ട്, 2 മിസ്റ്റർ സ്മിത്ത് ഉണ്ട്. നിങ്ങൾക്ക് ആരാ വേണ്ടത്? ആ വ്യക്തിയെ കുറിച്ചിട്ട് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റിലേറ്റീവ് ക്ലോസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതും റെസ്ട്രിക്റ്റീവ് ആണ്, ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് ആണ്. മിസ്റ്റർ സ്മിത്ത് ഹൂ സൈൻ ദിസ് ലെറ്റർ. ഈ ലെറ്റർ എഴുതിയ മിസ്റ്റർ സ്മിത്ത് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും മിസ്റ്റർ സ്മിത്ത് ആണോ? അല്ല. ദ പെർട്ടിക്കുലർ മിസ്റ്റർ സ്മിത്ത് ഹൂ സൈൻ ദ ലെറ്റർ. ആ ലെറ്റർ സൈൻ ചെയ്ത അതിനെന്ത് ചെയ്യുന്നുണ്ട്? മിസ്റ്റർ സ്മിത്തിനെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. എപ്പോഴൊക്കെ ആ സാധനത്തിനെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് അപ്പോഴൊക്കെ നമ്മൾ കൊടുക്കേണ്ട സാധനം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ദായാണ്. സോ നമ്മുടെ ആൻസർ എന്ത് വരും? ദ എന്ന് വരും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നൗണിന് ശേഷം റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുമ്പോൾ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് ആണ് വരുന്നതെങ്കിൽ അവിടെ നിങ്ങൾ കൊടുക്കേണ്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ദ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയാണ്, വാട്ടർ ദാറ്റ് യു സ്പിൽഡ്. നീ സ്പിൽ ചെയ്ത വാട്ടർ, ഓക്കെ, ദാറ്റ് യു സ്പിൽ ഈസ് ഡ്രൈയിങ്. അത് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. വാട്ടർ നമുക്കറിയാം അൺകൗണ്ടബിൾ നൗൺ ആണ്. സോ നമ്മൾ അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ ആർട്ടിക്കിൾ കൊടുക്കാറില്ലല്ലോ സാധാരണഗതിയിൽ. എന്നാൽ ഇത് ഏതെങ്കിലും വാട്ടർ ആണോ? യെസ്, നീ ചിന്തിയിട്ടുള്ള, അതായത് അതിനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. റിലേറ്റീവ് ക്ലോസ് വരികയാണെങ്കിൽ ഓർത്തോ മക്കളെ, ആർട്ടിക്കിൾ ദ ആയിരിക്കും. അത് ഏത് നൗണിന് ശേഷം ഇങ്ങനെ ഒരു ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് വരികയാണെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് ആർട്ടിക്കിൾ ദായാണ്. അത് കൗണ്ടബിൾ ആയിക്കോട്ടെ, അൺകൗണ്ടബിൾ ആയിക്കോട്ടെ, പോപ്പുലർ നൗൺ ആയിക്കോട്ടെ, പ്രോപ്പർ നൗൺ ആയിക്കോട്ടെ, മെറ്റീരിയൽ നൗൺ ആയിക്കോട്ടെ, യെസ്, എന്തും ആയിക്കോട്ടെ, അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്, അതിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ ദ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. എവറിത്തിങ് വാസ് ഇൻ പ്ലേസ് ഡാഷ് വേർ ദേ വാസ് ഇറ്റ് വേർ ഇൻ ദേ വാസ് ഇൻ ദേ. ഇവിടെ കൺഫ്യൂഷൻ ആവുന്നത് നമുക്കറിയാം. നമ്മൾ സ്ഥിരമായിട്ട് ഒരു പാറ്റേൺ പഠിച്ചു വരുന്നുണ്ട്. ഈ എവറി സാധനങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ വേർ ദേ വേർ ഇൻ ദേ കൊടുക്കണം എന്നുള്ള സാധനം അല്ലേ, വേർ ഇൻ ദേ. എന്നാൽ ഇവിടെ അങ്ങനെയാണോ? ഇവിടെ നോക്കണം നിങ്ങൾ, എവ്രി വൺ അല്ല കൊടുത്തത്, എവ്രിതിങ് ആ കൊടുത്തത്. എവ്രി വൺ വെച്ചിട്ട് വണ്ണിന്റെ കൂടെ എവ്രി, നോ വൺ, സം വൺ, എനി വൺ, ഈ സാധനങ്ങളാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? ദേ ആണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ അവിടെ പ്രോനൗൺ ആയിട്ട് എടുക്കേണ്ടത് ടാഗിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? പ്ലൂരൽ ഓക്സിലറി വരണം. അതിനുശേഷം പ്രോനൗൺ എടുക്കേണ്ടത് ദേ ആണ്. സോ അത് മാത്രം ഓർത്തിരിക്കുക. എന്നാൽ തിങ് ആണെങ്കിലോ, ഈ എവ്രിയും ഈ എവ്രിക്ക് ശേഷവും ഈ സമ്മിന് ശേഷവും ഈ എനി അല്ലെങ്കിൽ നോ അതിനുശേഷം തിങ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട പ്രോനൗൺ എന്ന് പറയുന്നത് ഇറ്റ് ആണ്. ഇറ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് സിംഗുലർ പ്രോനൗൺ തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്കറിയാം എവ്രിതിങ് വോസ്, ഓക്സിലറി വോസ് ആണ്, സിംഗുലർ ആണ്, അതുകൊണ്ട് കൊടുത്താൽ മതി വോസിൻറ്റ് എന്ന് കൊടുത്താൽ മതി. ഇപ്പൊ ഓർത്തിരിക്കേണ്ടത് വൺ അല്ലെങ്കിൽ ബഡി, എവ്രിബഡി, സംബഡി, നോബഡി, എവ്രി വൺ, സം വൺ, എനിബഡി, നോബഡി, ആ സാധനങ്ങളാണ് വരുമെങ്കിൽ മാത്രമേ നിങ്ങൾ ദേ എടുത്താൽ മതി. തിങ് ആണെങ്കിൽ ഇറ്റാണ്. എവ്രിതിങ്, സംതിങ്, എനിത്തിങ്, നത്തിങ് വരികയാണെങ്കിൽ ഇറ്റാണ് വരിക എന്നുള്ള കാര്യം കൂടെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നമുക്കൊരു ചോദ്യം കൂടെ നോക്കാം. യെസ്, ഹി വോക്സ് ദ ഹോഴ്സ് എന്ന് പറഞ്ഞ സെന്റൻസ് ഉണ്ട്. ഇവിടെ വോക്സ് എന്ന് പറയുന്നത് ഏതാണ്?
ഇൻട്രാൻസിറ്റീവ്, ട്രാൻസിറ്റീവ്, ഓക്സിലറി, ഹെൽപ്പിംഗ്. ഓക്സിലറിയും ഹെൽപ്പിംഗും എല്ലാം നമുക്കറിയാം, കാരണം രണ്ടും ആണെങ്കിൽ രണ്ടും ആൻസർ ആയിട്ട് വരില്ല. ഓക്സിലറി തന്നെയാണ് നമ്മൾ ഹെൽപ്പിംഗ് എന്ന് വിളിക്കുന്നത് അല്ലേ. ഇനി അറിയേണ്ടത് എന്താണ് ഇൻട്രാൻസിറ്റീവ്, എന്താണ് ട്രാൻസിറ്റീവ് എന്നുള്ളതാണ്. ഞാൻ 2 സെന്റൻസ് ചെയ്താം. He wrote a poem. She slept peacefully. ഇവിടെ നോക്കണം നിങ്ങൾ, ഹി റോട്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ കംപ്ലീറ്റ് സെന്റൻസ് ആയോ? ഇല്ല. അവൻ എഴുതി. എന്ത് എഴുതി എന്ന് വേണം, കാരണം അതിന് ഡയറക്റ്റ് ഒബ്ജക്റ്റ് അവിടെ ആവശ്യമാണ്. ഇങ്ങനെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആവശ്യമായിട്ടുള്ള സെന്റൻസുകൾ അല്ലെങ്കിൽ വെർബുകളെ നമ്മൾ വിളിക്കുക ട്രാൻസിറ്റീവ് വെർബുകൾ എന്നാ. സോ അതിനെന്താണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആവശ്യം ഉണ്ടാവും, ട്രാൻസിറ്റീവ് വെർബുകൾ. എന്നാൽ ഷീ സ്ലെപ്റ്റ്, അവൾ ഉറങ്ങി, അവിടെ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒബ്ജക്റ്റിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇങ്ങനെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് വരാത്ത സെന്റൻസുകളെ വെർബുകളെ നമ്മൾ ഇൻട്രാൻസിറ്റീവ് എന്നാ വിളിക്കാം. ഇൻട്രാൻസിറ്റീവ് സെന്റൻസുകൾ. ഹി റോട്ട് എ പോയം. പോയം ഒബ്ജക്റ്റ് ആണ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. റോട്ട് എന്ന് പറയുന്നത് അവിടെ ട്രാൻസിറ്റീവ് വെർബാണ്. ഷീ സ്ലെപ്റ്റ്. അതിനുശേഷം നമ്മൾ ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നില്ല, പീസ്ഫുള്ളി എന്ന് പറയുന്ന അഡ്വേർബാണ് യൂസ് ചെയ്തത് അല്ലേ. അപ്പോൾ അവിടെ ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ അതിനെ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്നാണ്. എന്നാൽ ചില നൗണുകൾ ആ സെന്റൻസിൽ എങ്ങനെയാ, ചില വേർബുകൾ സെന്റൻസിൽ എങ്ങനെയാ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്, ചില വേർബുകൾ സെന്റൻസിൽ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇൻട്രാൻസിറ്റീവും ആവാം, ട്രാൻസിറ്റീവും ആവാം. അതിൽ പെട്ടൊരു വേർബാണ് നമ്മൾ ഇപ്പം കണ്ടിട്ടുള്ള വോക്ക്. ഹീ വോക്സ് എവ്രി ഡേ. അവൻ എല്ലാ ദിവസവും നടക്കും. ഇവിടെ വോക്കിന് ശേഷം ഒബ്ജക്റ്റിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. എന്നാൽ ഈ സെന്റൻസ് നോക്കൂ നിങ്ങൾ, ഹി വോക്സ് ദ ഹോഴ്സ്. കുതിരയെ നടത്തിക്കാൻ, അതായത് അതിനെ വിളിച്ചിട്ട് ഇങ്ങനെ നടത്തി കൊണ്ടുപോകുന്നതാണ്. നമ്മൾ പട്ടിയൊക്കെ നടത്താൻ കൊണ്ടുപോകില്ല, പെറ്റ് ഡോഗുകളൊക്കെ. സോ അതാണ് വോക്സ്. അപ്പൊ ഇവിടെ എന്താണ് ഹോഴ്സ് എന്ന് പറയുന്നത്? എന്താണ്? ഒബ്ജക്റ്റ് ആണ്. അപ്പം ഇത് ഇവിടെ ഇൻട്രാൻസിറ്റീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ആദ്യത്തെ സെന്റൻസിൽ വോക്ക് എന്നുള്ളത് ഇൻട്രാൻസിറ്റീവ് ആണ്, അതിന് ഒബ്ജക്റ്റ് ആവശ്യമില്ല. അതേപോലെയാണ് നമുക്ക് റണ്ണ് പറയാം. ഹി റൺസ് എവറി ഡേ. അവൻ എല്ലാ ദിവസവും ഓടും. ഹി റൺസ് എ ബിസിനസ്. അവനൊരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് റൺസ് എ ബിസിനസ് ആകുമ്പോൾ അത് ട്രാൻസിറ്റീവ്. റൺസ് എവറി ഡേ എന്നാകുമ്പോൾ അത് ഇൻട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? യെസ്, നമ്മുടെ ആൻസർ വരിക ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് ഓർത്തില്ല. വോക്ക് എല്ലായ്പ്പോഴും ഇൻട്രാൻസിറ്റീവ് ആവണമെന്നില്ല. അത് എങ്ങനെയാണ് ആ സെന്റൻസിൽ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് വോക്ക്. അതേപോലെയാണ് റൺ. എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ ഇവിടെ എഴുതാം. ഹി റൺസ് എവ്രി ഡേ. എല്ലാ ദിവസവും ഓടും. അത് ഇൻട്രാൻസിറ്റീവ് ആണ്. ഹി റൺസ് എ ബിസിനസ്. ഒരു ബിസിനസ് റൺ ചെയ്യും, അത് ട്രാൻസിറ്റീവ് ആണ്. സോ എങ്ങനെയാണ് ചില വാക്കുകൾ, ചില വേർബുകൾ എങ്ങനെയാണ് സെന്റൻസിൽ യൂസ് ചെയ്തതിനനുസരിച്ചിട്ടാണ് ട്രാൻസിറ്റീവ് ആണ്. എല്ലാതും അങ്ങനെയല്ല കേട്ടോ, ചില വേർബുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. യെസ്. സോ ഇത്രയാണ് നമുക്ക് ഇന്ന് ചൂണ്ടാൻ പറ്റിയിട്ടുള്ളൂ. ഇനിയും ഞാനൊന്ന് ഒരു ഓൾ ഇന്ത്യ ടൂറൊക്കെ നടത്തിയിട്ട് കുറച്ചുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ ചോദ്യങ്ങളൊക്കെ ചൂണ്ടിയിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു ഓൾ.